ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ എക്സാമിന് വേണ്ടിയിട്ട് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ഏരിയ ദന്ന വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ ദന്ന വില്ലേജിനെ കുറിച്ച് കുറച്ച് ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാവും, എങ്കിലും മജോറിറ്റി ആളുകളും കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഒരു വില്ലേജാണ് ദന്ന വില്ലേജ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദന്ന വില്ലേജ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓൺ ഇന്ത്യാസ് 77th Independence Day, the Indian Army inaugurated Bhagat Bridge in Danna Village. അപ്പോൾ ഇന്ത്യയുടെ 77ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ ആർമി ദന്ന വില്ലേജിൽ ഒരു വലിയ ബ്രിഡ്ജ് പണിതു. ബ്രിഡ്ജിന് പേര് കൊടുത്തത് ഭഗത് ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ ഭഗത് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് ദന്ന വില്ലേജിലാണ്. അപ്പൊ ഇതായിരുന്നു കറണ്ട് അഫയേഴ്സിൽ ദന്ന വില്ലേജിനെ കുറിച്ച് വന്ന ഒരു ന്യൂസ്, അല്ലെങ്കിൽ ദന്ന വില്ലേജ് പ്ലേസസ് ഇൻ ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഈ ഒരു ആസ്പെക്റ്റിലാണ്. ഇനി ദന്ന വില്ലേജിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദന്ന വില്ലേജ് ഈസ് ദ ലാസ്റ്റ് വില്ലേജ് ഓൺ ദ ലൈൻ ഓഫ് കൺട്രോൾ ഇൻ ദ മച്ചാൽ സെക്ടർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലെ മച്ചാൽ സെക്ടറിലെ ലാസ്റ്റ് വില്ലേജ് ആണ് ദന്ന വില്ലേജ് എന്ന് പറയുന്നത്. അപ്പൊ ദന്ന വില്ലേജ് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് വില്ലേജ് ആണ്. അതായത് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ കിടക്കുന്ന, ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ കിടക്കുന്ന ലാസ്റ്റ് വില്ലേജ് ആണ് ദന്ന വില്ലേജ്. ആ രീതിയിലും ഈ വില്ലേജ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഈ ബ്രിഡ്ജിനെ കുറിച്ചും നമുക്ക് പഠിക്കാം. ബ്രിഡ്ജും കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഭഗത് ബ്രിഡ്ജും. This 115 feet long bridge is named in memory of late Major Bhagat Singh. അപ്പോൾ ഭഗത് സിംഗിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക നമ്മുടെ റെവല്യൂഷണറി മൂവ്മെന്റിൽ നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ട് പഠിക്കുന്ന ഭഗത് സിംഗ് ആയിരിക്കും. ആ ഭഗത് സിംഗ് അല്ല, ഇദ്ദേഹം ഒരു ആർമി മാൻ ആണെന്ന് മനസ്സിലാക്കുക. ലേറ്റ് മേജർ ഭഗത് സിംഗ് ദ വീർ ചക്ര അവാർഡി, വീർ ചക്ര അവാർഡ് നേടിയിട്ടുള്ള ഒരു സോൾജിയർ ആണ് ഇദ്ദേഹം. കൃത്യമായി പറഞ്ഞാൽ മേജർ പൊസിഷനിലുള്ള ഒരു സോൾജിയർ ഹു വാലിയന്റ്ലി ഡിഫെൻഡഡ് ദ സെക്ടർ ഡ്യൂറിംഗ് ദ 1965 വാർ. 1965 വാറിൽ ഈ സെക്ടറിൽ നിന്ന് പൊരുതിയ ഒരു ധീര ജവാനാണ് മേജർ ഭഗത് സിംഗ്. അദ്ദേഹത്തിന് വീർ ചക്ര അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് കമ്മമറേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ ദന്ന വില്ലേജിലെ ബ്രിഡ്ജിന് ഭഗത് ബ്രിഡ്ജ് എന്നുള്ളൊരു നാമകരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെയിമിംഗ് കൊടുത്തത് എന്ന് കൂടി ഓർക്കുക. ദിസ് ഇവന്റ് മീൻസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ബ്രിഡ്ജ് റിമൈൻഡിങ് ദ നേഷൻ ദാറ്റ് ദ സാക്രിഫൈസസ് മെയ്ഡ് ബൈ ദ ഇന്ത്യൻ ആർമി ടു പ്രൊട്ടക്ട് ദ കൺട്രീസ് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ആൻഡ് ഇറ്റ് ഓൾസോ അണ്ടർസ്കോർസ് ദ ആർമീസ് ഡെഡിക്കേഷൻ ടു കമ്മ്യൂണിറ്റി വെൽഫെയർ. അപ്പൊ ഈ ഒരു ഇവന്റ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിക്കുക. ഒന്ന്, നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റിയും ഇന്റഗ്രിറ്റിയും നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സോൾജിയേഴ്സ് അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, അതിനെ കമ്മമറേറ്റ് ചെയ്യുകയാണ്. രണ്ട്, ആർമീസ് ഡെഡിക്കേഷൻ ടു കമ്മ്യൂണിറ്റി വെൽഫെയർ, കമ്മ്യൂണിറ്റി വെൽഫെയറിന് വേണ്ടിയിട്ട് ആർമി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. കാരണം ദന്ന വില്ലേജ് എന്നൊക്കെ പറയുന്ന ഒരു റിമോട്ട് ഏരിയ ആണ്. അപ്പൊ അവിടെ ഒരു ബ്രിഡ്ജ് പണിയുക വഴി അവിടെ പലതരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി വെൽഫെയർ സാധ്യമാവുകയാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള ആക്സസ്, ഹോസ്പിറ്റൽസിലേക്ക് പോകാനുള്ള ആക്സസ്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഒരു വെൽഫെയർ ആക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷനിലൂടെ സാധ്യമായത്. അപ്പൊ ആ രീതിയിലും ഒരു സോഷ്യൽ ആസ്പെക്റ്റിലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വെൽഫെയർ ആസ്പെക്റ്റിലും ഈ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഭഗത് സിംഗ് എന്ന് പറയുന്ന മേജർ, വീർ ചക്ര അവാർഡ് കിട്ടിയിട്ടുള്ള ഭഗത് സിംഗിന്റെ പേരിനെ കമ്മമറേറ്റ് ചെയ്തുകൊണ്ടാണ് ഭഗത് ബ്രിഡ്ജ് എന്നുള്ളൊരു പേര് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ വീർ ചക്ര, പരംവീർ ചക്ര, മഹാവീർ ചക്ര, ഇതെല്ലാം എന്താണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കിയേക്കാം. വീർ ചക്ര ഈസ് ആൻ ഇന്ത്യൻ വാർ ടൈം മിലിറ്ററി ബ്രേവറി അവാർഡ് പ്രസന്റഡ് ഫോർ ആക്ട്സ് ഓഫ് ഗാലൻട്രി ഓൺ ദ ബാറ്റിൽ ഫീൽഡ്, ഓൺ ലാൻഡ് ഓർ ഇൻ ദ എയർ ഓർ അറ്റ് സീ. അപ്പൊ നമുക്കറിയാം, നമുക്ക് ആർമിയും നേവിയും എയർഫോഴ്സും ഉണ്ട്. അപ്പൊ ബാറ്റിൽ ഫീൽഡിൽ ഈ ആർമിയിലെയോ നേവിയിലെയോ എയർഫോഴ്സിലെയോ ആളുകൾ നടത്തുന്ന അവരുടെ ധീരതയ്ക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് വീർ ചക്ര എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ വാർ ടൈം മിലിറ്ററി ബ്രേവറി അവാർഡാണെന്ന് മനസ്സിലാക്കുക വീർ ചക്ര.
അപ്പൊ ഇതിന് തൊട്ടു മേളിൽ വീർചക്രം 3-ാം സ്ഥാനത്താണ്. ഇറ്റ് ഈസ് ദ തേർഡ് ഇൻ പ്രസിഡൻസ് ഇൻ വാർ ടൈം ഗാലൻട്രി അവാർഡ്സ് ആൻഡ് കംസ് ആഫ്റ്റർ ദ പരംവീർ ചക്ര ആൻഡ് മഹാവീർ ചക്ര. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ വീർചക്ര എന്ന് പറയുന്നത് തേർഡ് റാങ്ക് ആണ്. അതായത് വാർ ടൈമിലെ വാർ ടൈം മിലിറ്ററി ബ്രേവറി അവാർഡിൽ തേർഡ് റാങ്കിലാണ് വീർചക്ര നിൽക്കുക. ഇറ്റ് ഈസ് തേർഡ് ഇൻ പ്രസിഡൻസ് ഇൻ വാർ ടൈം ഗാലൻട്രി അവാർഡ്സ് ആൻഡ് കംസ് ആഫ്റ്റർ ദ പരംവീർ ചക്ര ആൻഡ് മഹാവീർ ചക്ര. പരംവീർ ചക്രയ്ക്കും മഹാവീർ ചക്രയ്ക്കും ശേഷമാണ് വീർചക്ര എന്ന് പറയുന്ന അവാർഡ് വരിക. അപ്പൊ അതിന്റെ ഓർഡറും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. കീപ് ഗോയിങ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.